കർത്താവിൻ്റെ വചനം തരുന്ന ഒരു സന്ദേശമുണ്ട്. ഞാനും എൻ്റെ മരണവും തമ്മിലുള്ള അകലം വെറും ഒരടി ദൂരം. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 സാമുവേൽ 20-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, യോനഥൻ്റെ അടുത്ത് ദാവീദ് പറഞ്ഞൊരു കാര്യം, ഞാനും എൻ്റെ മരണവും തമ്മിൽ ഒരടി അകലം മാത്രം. ഇതൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഉന്നത സ്ഥാനത്ത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ഇനിയിപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒത്തിരി വർഷം കൂടിയൊന്നുമില്ല. കാരണം അദ്ദേഹം തന്നെ കണക്ക് കൂട്ടി മോറോർലെസ് എത്ര വർഷം ഉണ്ടാകാം, ഇനി അത് വെച്ച് എത്ര മണിക്കൂറുണ്ടാകാം. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ മറ്റ് ലൗകിക കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഇപ്പോൾ മാക്സിമം ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നു. പ്രാർത്ഥനയും ബലിയർപ്പണവും ബൈബിൾ വായനയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. കാരണം എനിക്കറിയാം മരണം എപ്പം വേണമെങ്കിലും വരാം. ഇവിടെ ഒരു സഹോദരൻ 84-ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. പക്ഷെ അത് ആകസ്മികമായ ഒരു മരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിൽഗ്രിമേജ് നടത്താൻ പോയി. ആ യാത്രയിൽ തിരിച്ച് ഭവനത്തിലേക്ക് വന്നത് ജീവിക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിൻ്റെ ഛേദനയറ്റ ശരീരം. ഭാര്യയ്ക്കത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മരണം. പക്ഷെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം മരണത്തെ കാണേണ്ടത് എങ്ങനെയാണ്, മരണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് എപ്രകാരമാണ്. ഇതെല്ലാം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. 1 സാമുവേൽ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോനാഥനും ദാവീദും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു. ദാവീദിനെ കേട്ടപ്പോൾ ജോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയവുമായി ഒട്ടി. നമ്മൾ കാണുന്നു 18-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ, അസൂയ പൂണ്ട സാവൂൾ ചെയ്ത ചില കാര്യങ്ങൾ ഈ ദാവീദിനെ കൊല്ലാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അവൻ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് മരണം മുന്നിൽ കണ്ട് ദാവീദ് പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്കും മരണത്തിനുമിടയിൽ ആകെ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന്. ജോനാഥനോട് ആവശ്യപ്പെട്ട്, എനിക്ക് ഒളിക്കാൻ ഒരു ഏർപ്പാട് നീ നടത്തി തരണം. എന്നിട്ട് പറഞ്ഞത്, ഒരു കാരണവശാലും സാവൂൾ അത് അറിയരുത്, അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മരണപ്പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് കരുണ കാണിക്കണം, ഞാൻ മരിക്കുന്നെങ്കിൽ എൻ്റെ കുടുംബത്തോട് നീ കരുണ കാണിക്കണം, അവരെ സംരക്ഷിക്കണം എന്നുള്ള കാര്യം ദാവീദ് ജോനാഥനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഞാനും എൻ്റെ മരണവും തമ്മിൽ ഒരടി അകലം മാത്രം എന്നുള്ളത്. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, മരണം ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല, അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ നമുക്കൊട്ട് പറ്റത്തുമില്ല. അതാണ് പ്രഭാഷകൻ 41, എൻ്റെ തലക്കെട്ട് തന്നെ മരണം എന്നാണ്. അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ് മരണം. ഇത് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും ഒരു നാൾ മരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആയുസ്സിൻ്റെ നീളമല്ല പ്രധാനപ്പെട്ടത്, കറയറ്റ ജീവിതം. അതാണ് പക്വതയാർന്ന വാർദ്ധക്യം എന്ന് ജ്ഞാനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 41-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, 13-ാമത്തെ വചനം, നല്ല ജീവിതത്തിൻ്റെ നീളം കുറവായിരിക്കാം. നന്നായിട്ട് ജീവിക്കുന്നവരുടെ ദിനങ്ങൾ പരിമിതമായിരിക്കാം, പക്ഷേ അവരുടെ പ്രശസ്തി നീണ്ടു നിൽക്കും. ദൈവം അവരെ മാനിക്കും, അതുപോലെ തന്നെ സമൂഹം അവരെ മാനിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മരണത്തെ ഒരിക്കലും നമ്മൾ ഭയക്കരുത്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞ് വചനം മനസ്സിലാക്കി ജീവിച്ച വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. 2 കൊറിന്തോസ് 5:1 മുതൽ വായിച്ചാൽ പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. അത് നടക്കണമെങ്കിൽ മരിക്കണം. മരണത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ പറയുമോ? 1 കൊറിന്തോസ് 15:15 നമ്മൾ വായിക്കുന്നുണ്ട്, മരണമേ നിൻ്റെ ധ്വംസനം എവിടെ, മരണത്തെ കീഴ്പ്പെടുത്തിയവനാണ് കർത്താവ്. അതുകൊണ്ട് നമ്മൾ മരണത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല ദൈവമക്കൾ. ഫിലിപ്പിയർ 1:21 വായിച്ചാൽ പൗലോസ് പറയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഭയമുള്ള ഒരാൾ, മരണത്തെ ഭയപ്പെടുന്ന ഒരാൾ അങ്ങനെ പറയത്തില്ലല്ലോ. ഫിലിപ്പിയർ 3:20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യഥാർത്ഥമായ ഭവനം പൗരത്വം അത് സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. അത് തിരിച്ചറിഞ്ഞവർ അവിടെ എത്താൻ അവർ കൊതിക്കും, അല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനല്ല അവരിഷ്ടപ്പെടുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മരണത്തിന് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കും. ലൂക്ക 12 വായിച്ചാലും മത്തായി 24 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക, അതും ഈ കൂടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ലൂക്ക 21:35 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. 2 പത്രോസ് 3:10 പറഞ്ഞിട്ടുണ്ട്, ആ ദിനം വരുന്നത് കള്ളനെ പോലെയാണ്. കള്ളൻ ഫോൺ വിളിച്ച് പറഞ്ഞ് ഇൻഫർമേഷൻ തന്നിട്ടല്ലല്ലോ വരുന്നത്. നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാൻ.
ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.